മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കാൻ വേണ്ടിയുള്ള ധാരണയിലേക്ക് എത്തിയെന്നുള്ളതാണ്. ഓഗസ്റ്റ് അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കും. ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിൽ ചൈനയിലെ ടിയാൻജിനിൽ നടക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സുസ്ഥിരവും ക്രിയാത്മകവും ദൃഢവുമാകുമെന്നും അത് ആഗോള സമാധാനത്തിനും ഒപ്പം സമൃദ്ധിക്കും ഗുണം ചെയ്യുമെന്നും ഇന്നലെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരുന്നു. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക സമിതിയും രൂപീകരിച്ചു. അജയ് സുധാ ബിജു ചേരുന്നു വിവരങ്ങളുമായി. അജയ്, ഇന്ത്യ ചൈന ഭായ് ഭായ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരുപാട് തർക്കങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒക്കെ ഇടയിലാണ് രണ്ട് രാജ്യങ്ങൾ ഇപ്പോൾ ഇത്തരമൊരു നീക്കവുമായി എത്തുന്നത്. എത്രത്തോളം പ്രതീക്ഷ പകരുന്നു ഈ പ്രഖ്യാപനങ്ങളെല്ലാം? എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന ഒരു തുടക്കത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ ആ പ്രാരംഭഘട്ടത്തിൽ ചൈനയുമായിട്ട് അടുക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. എന്നാൽ അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള രീതിയിലുള്ള പല സംഭവങ്ങൾ അതിനുശേഷം പല ഘട്ടങ്ങളിലായി ഉണ്ടായി. ആദ്യം ഇന്ത്യ ചൈന യുദ്ധമുണ്ടായി, പിന്നീട് പലതരത്തിലുള്ള അതിർത്തി തർക്കങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ UN ഉൾപ്പെടെ ഇന്ത്യക്കെതിരെ ശക്തമായ നിലപാടെടുത്തു. ഏറ്റവും തൊട്ടടുത്തുള്ള സംഭവം നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പാകിസ്ഥാന് ആയുധങ്ങൾ കൈമാറുന്ന തരത്തിലുള്ള നീക്കങ്ങളുണ്ടായി. എന്നാൽ ഇവയ്ക്കെല്ലാം അപ്പുറം ഇപ്പോൾ ലോക സാമ്പത്തിക ക്രമം തന്നെ മറിയുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഇന്ത്യയും ചൈനയും ഒരുപോലെ ബാധിക്കുന്ന പ്രശ്നമാണ്. അമേരിക്ക താരിഫ് യുദ്ധവുമായി ലോക രാജ്യങ്ങൾക്ക് ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കും ചൈനയ്ക്കും എതിരെ ശക്തമായിട്ടുള്ള തീരുവകൾ ചുമത്തുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ട അനിവാര്യത അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ അടുക്കുന്നത്. ഇതിനൊരു തുടക്കമിട്ടത് കഴിഞ്ഞ വർഷം റഷ്യയിൽ വെച്ച് നടന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു. ഈ 9 മാസങ്ങളിൽ ഇരു രാജ്യങ്ങളുടെ ബന്ധം ഊഷ്മളമായി എന്ന് ഇന്നലെ അജിത് ഡോവൽ തന്നെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം 23ാം തലത്തിലുള്ള അതിർത്തി തർക്കങ്ങളുടെ ഒരു സമന്വയത്തിന് അജിത് ഡോവൽ കഴിഞ്ഞ വർഷം ബീജിംഗിലെത്തിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഘട്ടം 24ാം ഘട്ട ചർച്ചകൾക്കായിട്ടാണ് ഇപ്പോൾ ചൈനീസ് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള വാങ് യി ഇന്ത്യയിലേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ ദ്വിദിന സന്ദർശനത്തിൽ അദ്ദേഹം ആദ്യം എസ് ജയശങ്കറിനെ സന്ദർശിക്കുന്നു. ഇന്നലെ അജിത് ഡോവലുമായി അതിർത്തിയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. അതിനുശേഷമാണ് വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുകയുണ്ടായത്. ഇതിനു മുൻപ് തന്നെ ഇപ്പോൾ ജയശങ്കറും അതുപോലെ തന്നെ അജിത് ഡോവലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നത് തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന. ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ അടുക്കുകയാണ്. മുൻപ് മുടങ്ങിപ്പോയിട്ടുള്ള വ്യാപാര ബന്ധങ്ങളും അതുപോലെ തന്നെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിമാന സർവീസുകൾ, അതിർത്തി പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് പ്രത്യേക സമിതിയെ രൂപീകരിക്കും. വടക്ക് ഭാഗത്ത് ഇരു രാജ്യങ്ങളുടെയും അതിർത്തി നിർണയത്തിലുള്ള തർക്കങ്ങൾ തീർക്കാൻ രൂപീകരിച്ചതുപോലെയുള്ള സമിതി അത് മധ്യമേഖലയിലും കിഴക്കൻ മേഖലയിലും അതേപോലെയുള്ള സമിതി തന്നെ രൂപീകരിക്കും. അതുപോലെ തന്നെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നദീജല കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അതിന് ധാരണയുണ്ടാക്കും. ചൈന ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന ഇപ്പോൾ ബോറിംഗ് പോലെയുള്ള ഉപകരണങ്ങൾ, അതുപോലെ തന്നെ വലിയ പാലങ്ങൾ നിർമ്മിക്കാൻ, അതുപോലെ ഈ തുരങ്കങ്ങൾ തുരക്കാനായിട്ടുള്ള വൻകിട ഉപകരണങ്ങളുടെ ഇറക്കുമതി അത് കൂട്ടും. അതുപോലെ റയർ എർത്ത് എലമെൻറ്റ്സ്, പിന്നെ ഫെർട്ടിലൈസേഴ്സ് അതെല്ലാം ഇന്ത്യയിലേക്ക് കൂടുതൽ ഇറക്കുമതി ചെയ്യുമെന്നും ചൈന ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ ചൈനീസ് പൗരന്മാർക്ക് കൂടുതൽ വിസ നൽകും. ചൈനയുമായിട്ടുള്ള കമ്പനികളുമായിട്ട് ബന്ധപ്പെടുത്തി വ്യാപാരം അത് കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു നീക്കവുമുണ്ട്. ചൈനയുമായിട്ടുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് സർവീസ് അത് പുനഃസ്ഥാപിക്കാനായിട്ടുള്ള നീക്കമുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ചൈന വിസ അനുവദിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ ഒരു മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്നോണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം 31-ാം തീയതിയോടുകൂടി ചൈനയിലെത്തും. ചൈനയിലുള്ള ഷാങ്ഹായ് സഹകരണ സംഘത്തിൻ്റെ സമ്മിറ്റിൽ അതിൻ്റെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ചൈനയിലെത്തുന്നത്. 2026 ബ്രിക്സ് ഉച്ചകോടി അത് ഇന്ത്യയിൽ വെച്ച് നടത്താനാണ് നിലവിലെ തീരുമാനം. ഇതിൽ പങ്കെടുക്കാനായിട്ട് ഷീ ജിൻ പിങ് അടുത്ത വർഷത്തോടെ ഇന്ത്യയിൽ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇരു രാജ്യങ്ങളും അമേരിക്ക ഭീഷണി ശക്തമാക്കുന്ന സന്ദർഭത്തിൽ കൂടുതൽ അടുക്കുന്ന കാഴ്ചയാണ്. പുതിയൊരു ലോകക്രമം തന്നെ ഗ്രേറ്റർ ഏഷ്യയുമായി ബന്ധപ്പെട്ട് സംജാതമാവുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റൈറ്റ്, എന്തായാലും പ്രതീക്ഷ വെക്കാം. ഇന്ത്യ ചൈന കൂടുതൽ ബന്ധം അത് ദൃഢമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതിൽ.